നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോർ ലൂപ്പ് തന്നെ എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോർ ലൂപ്പിൽ ഇപ്പോൾ i = 1, i <= 5, i++, s = i × i. നമ്മൾ നേരത്തെ വെറുതെ document.writeൽ വാല്യൂ പ്രിൻ്റ് ചെയ്യണതാണ് കാണിച്ചത്. ഇവിടെ നമുക്ക് സ്ക്വയർ ഓഫ് നമ്മൾ ഏത് നമ്പർ ആണെങ്കിൽ അത് എഴുതിയിട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് അടക്കം നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി കാണാനൊരു ഭംഗി ഉണ്ടാവും. ഓരോ ലൈൻ ബൈ ലൈനായിട്ട് അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ BR ടാഗാണ് അതിന് യൂസ് ചെയ്യണത്. ഇനി ഈ ഒരു ഫോർ ലൂപ്പ് നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന റിസൾട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് സ്ക്വയർ ഓഫ് 1 ഈസ് 1, square of 2 is 4, square of 3 is 9, square of 4 is 16, square of 5 is 25. ഇവിടെ നമ്മൾ 5 വരെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഔട്ട്പുട്ടൊക്കെ നമുക്ക് കിട്ടാനായിട്ട് നമുക്കതിൻ്റെ എഴുതണ രീതിയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഔട്ട്പുട്ടിനെ എത്രത്തോളം ഭംഗിയാക്കാമോ അത്രത്തോളം ഭംഗിയാക്കി യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു HTML വെബ് പേജിലൂടെ എങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യണേ നോക്കാം. HTML ഹെഡ് ടൈറ്റിൽ ജാവാസ്ക്രിപ്റ്റ് 4 ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ബോഡി തുടങ്ങി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് = ജാവാസ്ക്രിപ്റ്റ് var i, s ഫോർ ലൂപ്പ് i = 1, i <= 8, i++. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഫോർ ലൂപ്പ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 4 എന്നതിൽ നിന്നാണ്. അത് കഴിഞ്ഞ് i = 1 എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണം അതിനെ നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്നാണ് പറയുക. അപ്പോൾ എപ്പോഴും ഒരു ലൂപ്പ് എഴുതുമ്പോൾ അതിനൊരു തുടക്കം വേണം, അതാണ് ഇനീഷ്യലൈസേഷൻ. അത് കഴിഞ്ഞാൽ i <= 8 എന്ന് പറഞ്ഞാൽ അത് എത്ര വെച്ച്, അതായത് ഏത് വരെ പോകണം, എന്താണ് അതിൻ്റെ ഒരു ലിമിറ്റ് എന്നാണ് കാണിക്കുന്നത്. അതിനെ നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ 1 തുടങ്ങണം 8 വരെ പോകണം എന്ന്. അത് കഴിഞ്ഞാൽ i++ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് എക്സ്പ്രഷൻ, എത്ര വെച്ചിട്ടാണ് ആ വാല്യൂ നമുക്ക് ഇൻക്രീസ് ആവേണ്ടത് എന്നാണ് നമ്മളവിടെ കാണിക്കണേ. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ബോഡി ഓഫ് ദ ലൂപ്പിൽ നമ്മൾ എന്താ എഴുതുക എന്നറിയോ? എന്താണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ട ജോലി, എന്താണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ടാസ്ക്, അതാണ് ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത്. ബോഡി ഓഫ് ദ ലൂപ്പിൽ കാണാം s = i × i എന്ന് വെച്ചാൽ എന്താണ്? i എന്ന് പറയുന്നത് ഒരു നമ്പർ ആണെങ്കിൽ i × i എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ i എന്ന വാല്യൂൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അത് എസ്സിലേക്ക് സ്റ്റോർ ചെയ്യണം. document.write എസ്സിനെ പ്രിൻ്റ് ചെയ്യുക. document.write നമ്മൾ ഡബിൾ കോട്ട്സിൽ BR ടാഗ് കൊടുത്തു. അതായത് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വാല്യൂ അതിൻ്റെ താഴെ വരണം, പിന്നത്തെ വാല്യൂ അതിൻ്റെ താഴെ വരണം, അങ്ങനെ അടിയിലേക്കായിട്ട് വരണം എന്നർത്ഥം. ഇനി നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരണേന്ന് നോക്കാം. അപ്പോൾ അതിനേക്കാൾ മുൻപായിട്ട് സ്ക്രിപ്റ്റ് ടാഗ്, ബോഡി ടാഗൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത എല്ലാ ടാഗും ക്ലോസ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം ഔട്ട്പുട്ടിൽ നോക്കുക. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് 4 എന്നാണ് നമ്മളിവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ടൈറ്റിൽ ആദ്യം നമുക്ക് കാണാം. അപ്പോൾ ടൈറ്റിൽ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം, എന്നിട്ടാണ് ബോഡി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ബോഡിയുടെ അകത്ത് കൊടുത്തത് എന്തായിരുന്നു? നമ്മളിവിടെ s = i × i, അതായത് സ്ക്വയർ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്കിവിടെ കാണാം 1, അതേമാതിരി 4, 9, 16, അങ്ങനെ നമുക്ക് 64 വരെ, അതായത് 8 × 8 64 വരെ ഇതിൽ പ്രിൻ്റായി വരുന്നത് കാണാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലൂപ്പിൽ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് ഇനീഷ്യലൈസേഷൻ, എവിടെ തുടങ്ങണം ആ ലൂപ്പ്. അത് കഴിഞ്ഞാൽ വരുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ, എവിടം വരെ വർക്ക് ചെയ്യണം. അപ്ഡേറ്റ് എക്സ്പ്രഷൻ, എത്ര വെച്ചിട്ട് അത് അപ്ഡേറ്റ് ആവണം. ബോഡി ഓഫ് ദ ലൂപ്പ്, അതെങ്ങനെയാണ് ഡിസ്പ്ലേയിൽ നമുക്ക് എന്താണ് കാണിച്ചു തരേണ്ടത്, എന്താണ് നമ്മളെ അവിടെ ഏൽപ്പിച്ചിട്ടുള്ള ടാസ്ക്, ഇതെല്ലാമാണ് ബോഡി ഓഫ് ദ ലൂപ്പിലൂടെ നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ സ്വിച്ച് പ്രോഗ്രാം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മളവിടെ 3 എന്നാണ് ഡിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 3 ആയിരിക്കും.
നെക്സ്റ്റ് നമ്മൾ ഫോർ ലൂപ്പാണ് പഠിക്കാൻ പോണത്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ഇഫിന്നും സ്വിച്ചിന്നും കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റുകൾ റിപ്പീറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റ് ആയാലും കുഴപ്പമില്ല, അല്ല ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ റിപ്പീറ്റായി വർക്കായാലും കുഴപ്പമില്ല. നമുക്ക് അതനുസരിച്ച് അവിടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുകയും അതനുസരിച്ച് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോർ ലൂപ്പ്. അതായത് ഇപ്പോൾ നമ്മളോട് പറയുകയാണ് പ്രിൻറ്റ് 1 to 10, അപ്പോൾ 1 മുതൽ 10 വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അതുപോലുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫോർ ലൂപ്പ്. എക്സിക്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റഡ്ലി എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ അത് റിപ്പീറ്റായിട്ട് വർക്കായിക്കൊണ്ടേയിരിക്കുന്നു. യൂസസ് എ ലൂപ്പ് വേരിയബിൾ ടു കൺട്രോൾ ദ നമ്പർ ഓഫ് ഐറ്ററേഷൻസ്. നമുക്ക് ഐറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ലൂപ്പാണ്. അപ്പോൾ എത്ര തവണ ലൂപ്പ് വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിനെയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അതിലൂടെയാണ് നമ്മുടെ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ 1 to 10 അല്ലെങ്കിൽ 10 to 100 അല്ലെങ്കിൽ 100 to 1000 എന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് നമ്മളൊരു വാല്യൂ കൊടുക്കുമ്പോൾ അതനുസരിച്ച് അത് അവിടെ വർക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. അടുത്തതായിട്ട് നമുക്ക് ഇഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഇഫ് എൽസ് കണ്ടീഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോണേ. HTML ഹെഡ് ടൈറ്റിൽ, അത് കഴിഞ്ഞ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇഫ് എന്ന ടൈറ്റിൽ കൊടുത്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി തുടങ്ങി. ബോഡിയുടെ അകത്ത് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. വാർ സ്കോർ, വാർ എന്ന് വെച്ചാൽ വേരിയബിൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ വാർ സ്കോർ കൊടുത്തു. സ്കോർ ഈക്വൽ 35 ഇഫ് സ്കോർ ലെസ് ദാൻ 30. അപ്പോൾ സ്കോർ 35 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 30നേക്കാൾ മേലെയാണ്. പക്ഷേ ഇവിടെ കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുകയാണ് സ്കോർ ലെസ് ദാൻ 30 ആണെങ്കിൽ. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ദ സ്റ്റുഡൻറ് ഈസ് ഫെയിൽഡ്. അപ്പോൾ 30-ൽ താഴെ മാർക്കാണെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ഫെയിൽഡ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മളവിടെ ഇഫും അതുപോലെ എൽസും എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഏത് കണ്ടീഷനാണ് ട്രൂ ആവണേ വെച്ചാൽ അതാണ് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് നമ്മൾ എൽസ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ എൽസ് എഴുതുമ്പോൾ അതിൽ നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ദ സ്റ്റുഡൻറ് ഈസ് പാസ്ഡ്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത കണ്ടീഷൻ എന്തായിരുന്നു? 30-ൽ കുറഞ്ഞാൽ അവരെല്ലാം ഫെയിൽഡ്, 30-ൻ്റെ മേലെ ആർക്കൊക്കെ കിട്ടിയോ അവരെല്ലാം പാസ്ഡ് ആണ്. അപ്പോൾ എൽസ് വർക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ് ഈസ് പാസ്ഡ് എന്ന് വരുന്നു. അത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML-ഉം ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടാഗ് ഓപ്പൺ ചെയ്തു അതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ടീഷൻ നമ്മൾ കൊടുത്തു. ഇനി നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ജാവാസ്ക്രിപ്റ്റ് ഇഫ് എന്ന്. അപ്പോൾ ആ ടൈറ്റിലാണ് നമുക്ക് അവിടെ കാണുന്നത്. അതുമാതിരി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സ്കോർ ഈക്വൽ 35 ആണ്. അപ്പോൾ 35 കൊടുത്തത് കൊണ്ട് അത് ഏത് കണ്ടീഷനാണ്? സ്റ്റുഡൻറ്റ് പാസ്ഡ് ആണ്. കാരണം 30-ൽ കുറവാണെങ്കിൽ മാത്രമാണ് ഫെയിൽഡ് പറഞ്ഞത്. അപ്പോൾ 35 ആയതുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റുഡൻറ് ഈസ് പാസ്ഡ് എന്ന ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ഇഫ് എൽസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രൂ ആണെങ്കിൽ ഇഫ് വർക്കാവുന്നു, അല്ല ഫോൾസ് ആണെങ്കിൽ എൽസ് വർക്കാവുന്നു. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ മാർക്ക് എൻ്റർ ചെയ്തത് 35 ആയിരുന്നു. അപ്പോൾ ആ 35 എന്ന മാർക്ക് ആയതുകൊണ്ട് 30 ബിലോ ആയിരുന്നു ഇഫിൽ കൊടുത്ത കണ്ടീഷൻ. അപ്പോൾ 35 എന്ന് പറയുന്നത് 30 ബിലോ അല്ല 30 എബവ് ആയതുകൊണ്ട് എൽസിലേക്ക് പോയിട്ട് അത് നമുക്ക് വർക്കാവുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് സ്റ്റുഡൻറ് ഈസ് പാസ്ഡ് എന്ന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അത് ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നു ഏത് കണ്ടീഷനാണ് ഇതിന് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ ഭാഗം വർക്ക് ചെയ്ത് നമുക്ക് റിസൾട്ട് തരുന്നു.